വീടിൻ്റെ പെയിൻറ്റിംഗ് പണി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നേരത്തെ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്കായി ഞാൻ അത് താഴെ കൊടുക്കാം. ഇതതിൻ്റെ 3ാമത്തെ ഭാഗമാണ്. പ്രഷർ വാഷർ ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം ഭിത്തിയിൽ അടർന്നു നിൽക്കുന്ന പെയിൻറ്റ്, സിമൻറ്റ് എന്നിവ ഇതുപോലെ സ്ക്രാപ്പിംഗ് ബ്ലേഡ് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കണം. അതിനുശേഷം വീടിൻ്റെ ഭിത്തിയിലുണ്ടാകുന്ന ക്രാക്കുകൾ നമുക്ക് ഒരു 3 mm വലുപ്പത്തിൽ ഇതുപോലെ ആക്കിയെടുക്കണം. ഞങ്ങളിവിടെ സ്ക്രാപ്പിംഗ് ബ്ലേഡാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാം, വാൾ കട്ടർ. അതിനുശേഷം നമ്മൾ ഈ ക്രാക്കുകളിൽ എല്ലാം URPയും സിമൻറ്റും ഒരു നിശ്ചിത അളവിൽ നമുക്ക് ബ്രഷിൽ അടിക്കാവുന്ന വിധം ലൂസാക്കി ഈ ക്രാക്കുകളെല്ലാം അപ്ലൈ ചെയ്യുക. ക്രാക്ക് നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം വേണം ഇതടിച്ചു കൊടുക്കാൻ. അതുപോലെ ഭിത്തിയിലെ പ്ലാസ്റ്ററിങ് അടക്കം അടർന്ന ഭാഗങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് സിമൻറ്റും മണലും ഉപയോഗിച്ച് പാച്ച് വർക്ക് ചെയ്യണം. പാച്ച് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ URP മിക്സ് ചെയ്യണം. ഇല്ലെങ്കിൽ പ്ലാസ്റ്റർ മാസ്റ്റർ എന്ന് പറഞ്ഞ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയിൽ കൊടുക്കാം. ക്രാക്കിൽ നമ്മൾ URP അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്തതായി ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ക്രാക്ക് ഫില്ലറാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത്. അതിൽ ഫൈബർ നാരുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ക്രാക്ക് കൂടുതൽ കാലം വീണ്ടും വരാതിരിക്കും. ക്രാക്ക് ഫില്ലർ നമ്മൾ 2 കോട്ട് അപ്ലൈ ചെയ്യണം. ഒരു കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 6 മണിക്കൂറിന് ശേഷം അടുത്ത കോട്ട് അപ്ലൈ ചെയ്യുക. അതുപോലെ സിമൻറ്റും മണലും ഉപയോഗിച്ച പാച്ച് നമുക്ക് പുട്ടി വെച്ച് ഫില്ല് ചെയ്താൽ മതി ഈ ക്രാക്കിൻ്റെ കൂടെ. അതല്ലാത്ത ഭിത്തിയിൽ ഈ പെയിൻറ്റും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഈർപ്പം കൊണ്ട് അടർന്നു പോയ ഭാഗങ്ങൾ നമ്മൾ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ സുവർ സീലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് 2 കോട്ട് നമ്മൾ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും 6 മണിക്കൂർ ഗ്യാപ്പുകളിലായിട്ട് അടിച്ചു കൊടുക്കണം. അതിന് ശേഷമേ അതിൽ പുട്ടി ഉപയോഗിക്കാൻ പാടൂ. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഏത് പ്രൈമറാണ് യൂസ് ചെയ്തത്, എമൽഷൻ യൂസ് ചെയ്തതെന്നെല്ലാം അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.